മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സുഖവും ദുഃഖവും എന്നത് ഒരു ജലസംഭരണിയിൽ നിറഞ്ഞുകിടക്കുന്ന ജലം പോലെയാണ്. ഇവ രണ്ടും നമുക്ക് അപകടം തന്നെയാണ്. ഇവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു മാർഗമെന്നത് ഈ സുഖവും ദുഃഖവും എന്ന ജലസംഭരണിയിലെ ജലം മിതമായി സൂക്ഷിച്ചുപയോഗിക്കുന്നതാണ്. അതായത് ഒന്നും അമിതമാകരുത്, മിതമാകണം. അമിതമാകുന്നതെല്ലാം അപകടത്തെ വിളിച്ചു വരുത്തലാകുന്നു. മിതമാകുന്നതെല്ലാം വീണ്ടും നമുക്ക് സൗഖ്യം നൽകുന്നതുമാകുന്നു. അതിനാണ് ദൈവം ബുദ്ധിയും വിവേകവും മനുഷ്യന് നൽകിയിരിക്കുന്നത്. ചിന്തിച്ചുപയോഗിക്കുക, അതിര് കവിയാതിരിക്കുക. അതിര് കവിഞ്ഞാൽ ആ ജലസംഭരണി തന്നെ നമുക്ക് നാശം വിതയ്ക്കുന്നതാണ്. നമുക്ക് ഇന്ന് മാത്രമുള്ളൊരു ജീവിതമല്ലിത്. ഒരു അല്പ ദീർഘകാലം ജീവിക്കേണ്ടതാണ് എന്ന ബോധം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അതിൽ നിന്ന് വിവേകമുണ്ടാകണം, അതിൽ നിന്ന് തിരിച്ചറിവുകൾ ഉണ്ടാകണം. അതിൽ നിന്നും ജീവിതം ഉരുത്തിരിയുമ്പോഴാണ് ലക്ഷ്യബോധമുള്ളൊരു ജീവിതം ഉണ്ടാകുന്നതെന്നോർക്കുക.